വണക്കം സാർ. ഇഷ്ടപ്പെട്ട ഒരാളോടൊപ്പം നമ്മൾ ജീവിക്കുന്നതിന് അങ്ങനെ ഒരു നിർബന്ധിത ആവശ്യവും കൂടി ഇല്ല അല്ലല്ലോ. ഞാൻ തേർന്നു വന്ന മടുപ്പ് എന്ന് പറയുന്ന സാധനം ലോകത്ത് കുറച്ചു നേരേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വേറെ കാരണങ്ങൾ കൊണ്ടാണെന്ന് അറിയണം. അതാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതിന് പകരം ഇയാൾ ഇഷ്ടത്തോടാണ് വീട്ടിൽ കഴിയുന്നതെന്ന് എന്നോട് പറഞ്ഞു മനസ്സിലാക്കി തരല്ലേ. നീ മിണ്ടരുത്. അടുത്തൊരാളിലോട്ട് ബന്ധം തുടർന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തന്നെയാണ് തുടർന്നത്. അങ്ങനെ തന്നെയാണ്. എന്താ സംശയം? ചിരിച്ചപ്പോ കാക്ക തേങ്ങാപ്പൂള് കൊത്തിക്കൊണ്ട് പോകുന്ന പോലെ തോന്നി. അല്ല, അപ്പൊ അങ്ങനെ തുടങ്ങിയിട്ടുണ്ടോ? തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എത്രയോ തവണ, ഞാൻ 3-4 പേരുടെ കൂടെ ജീവിച്ച് കഴിഞ്ഞു. എല്ലാം ഒരു നിമിത്തമാണെന്ന് ഞാൻ പറയൂ, അല്ലെങ്കിൽ ഞാനിവിടെ വരാനും പരസ്പരം കണ്ടുമുട്ടാനും ഇടവരില്ലായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം വയറ് നിറച്ചു കഴിഞ്ഞാൽ മടുപ്പ് തോന്നുന്നുണ്ടോ? അപ്പൊ അതുവരെ അതിനോട് വിയോജിപ്പ് തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഞാനും ജയശ്രീയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു 12 വർഷമോ 13 വർഷമോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അത് കഴിഞ്ഞപ്പോ അത് തീർന്നു പോയി. അപ്പടി சொன்னா பத்தாது. കയ്യാലെ അടിച്ച് സത്യം പോർണോ? കയ്യാൽ ലോകത്ത് എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. ആദ്യം ഒരു മുറിയിൽ ഒന്നിച്ച് കിടക്കും, കെട്ടിപ്പിടിച്ച് കിടക്കും, അത് കഴിഞ്ഞ് തിരിഞ്ഞു കിടക്കും, അത് കഴിഞ്ഞിട്ട് 2 മുറിയിൽ താമസിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം. അത് കഴിഞ്ഞിട്ട് 2 അപ്സ്റ്റെയറും ഡൗൺ സ്റ്റെയറും താമസിക്കുന്നതാണ് ഈ സകല വീടും. പക്ഷേ നിങ്ങളിപ്പോ ഈ കാണിക്കുന്നത് മുഴുവൻ ശുദ്ധ പോക്കർത്തരാട്ടോ. അല്ല, ഇത് പറയുമ്പോ അതിലൊരൊറ്റ ചോദ്യം, ഈ 13 വർഷത്തെ ഇഷ്ടത്തെ അയാളെ എന്റെ അടുത്താണ്. ഇയാളുടെ ഉദ്ദേശം, തന്റെ ഉദ്ദേശം സാധനം മനസ്സിലാക്കണം. ഈ ദിവസം കൊണ്ട് നീ അത് തെളിയിച്ചു. അല്ല, തനിക്ക് അജണ്ടയുണ്ട്. തനിക്ക് വിഷയം മനസ്സിലാക്കാനൊന്നുമല്ല. ഞാൻ സംസാരിക്കുന്നത് തനിക്ക് വിഷയം മനസ്സിലാക്കാൻ വേണ്ടി. താൻ വിഷയം മനസ്സിലാക്കാനൊന്നുമല്ല. താൻ ആഷ്മിയാണ്, അത്രേ ഉള്ളൂ. മിണ്ടില്ല. ഞാൻ പിണക്ക മുളയിലെ നുള്ളിക്കളഞ്ഞില്ലേ, ഇത് ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുത്തോളാം. കേട്ടു. ഞാൻ ചോദ്യം പൂർത്തീകരിക്കാൻ പോലും അനുവദിക്കുന്നില്ല. അനുവദിക്കത്തില്ല. അനുവദിക്കത്തില്ല. താൻ എന്നെ പറയാൻ അനുവദിക്കാത്തതുകൊണ്ടാ തന്നെ ചോദ്യം ചോദിക്കാൻ അനുവദിക്കത്തില്ല. ഇങ്ങനെ തിന്നു തൂറി നേരം കളയാതെ പറമ്പിലോട്ട് പോയി 4 തെങ്ങിന് തറയെടുത്തൂടെ. തന്റെ ചോദ്യം താൻ ചോദിക്കുമ്പോ ഞാൻ പറയുന്ന സാധനം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തനിക്ക് പിന്നെ അത് പറയാൻ ഒക്കത്തില്ല. അത് കാരണം കൊണ്ട് താൻ ഇപ്പൊ മിണ്ടിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ന്യായമൊന്നും പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ തിരിച്ചു ചോദിക്കുന്നു. താനൊരു കൊച്ചു കാശ്മീർ, അത്രേ ഉള്ളൂ. തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിൽ കൈ മുക്കി ഞാൻ പറയാം, അയാളല്ല ഇയാള്, ഇയാളല്ല അയാള്. ഇത് മൈത്രേയൻ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ തിരിച്ചും ചോദിക്കുന്നത്. മൈത്രേയൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ആ 13 വർഷത്തിലേക്ക് ഉണ്ടായില്ല. 13 വർഷമല്ല, 15 വർഷമാണെന്ന് പറഞ്ഞാൽ ഇയാളെ തിരുത്തുവോ? ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയ വലിയ പ്രശ്ന. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം നല്ല ചേർച്ചയാ, ശത്രുതയില്. അപ്പൊ എനിക്ക് തിരുത്താൻ പറ്റും. അത് 13-15 എന്നുള്ളത് വെറുതെ ഈ പറയുന്നല്ലേ. വിഷയം പറയുമ്പോ മനസ്സിലാക്കാനെങ്കിലും ശ്രമിക്കുക. അതിന് പകരം താൻ ഹാഷ്മിയാകാൻ ശ്രമിക്കണ്ട. ഒരു 8 മുഴം കയറ് കിട്ടൂ, എനിക്കൊന്ന് തൂങ്ങിച്ചാവാൻ. ഉത്തരം പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഞാൻ ഉത്തരം പറയുന്നില്ല. മനസ്സില്ല. കഴിഞ്ഞോ? തീർന്നില്ലേ? കഴിഞ്ഞില്ലേ? എനിക്ക് മനസ്സില്ല. അതിന് ഉത്തരം അതാണ് കാര്യമായിട്ട് പറയണം. കളി പറയേണ്ട കാര്യമല്ലല്ലോ ഇത്. ചോദ്യത്തിന് ഉത്തരം പറയാൻ, ചോദ്യം തന്നെ അറിയാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കല്ല ഞാൻ ഉത്തരം പറയും. താൻ അറിയാനുള്ള ആളൊന്നുമല്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, താൻ അജണ്ടയുള്ള ആളാ. അത് പിന്നെ എപ്പോഴത്തെ പോലെ ഞാനൊരു തമാശ ഉദ്ദേശിച്ചുള്ളൂ. തന്റെ ചോദ്യം ഇല്ല. അല്ല, നേരത്തെ മൈത്രേയൻ പറഞ്ഞതാണ്. തന്റെ അജണ്ട എന്താ? തന്റെ അജണ്ട എന്താ? ഞാൻ ആ ചോദ്യം അജണ്ട പറ. അല്ല, ചവിട്ടിയതാണില്ല. 400 കുടുംബത്തിനെ എനിക്കറിയാം. അവിടെ ശ്വാസം മുട്ടി കിടക്കുന്ന ആൾക്കാരാണ്. എന്നോട് പറയുന്നതാണ്, ഈ കുട്ടികളെ നോക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് വിട്ടാനേ. എന്റെ തലയ്ക്ക് ഭ്രാന്ത് കയറുക. എല്ലാത്തിനും വിഷം കൊടുത്ത് ഞാൻ ഈ പെരക്ക് തീ വയ്ക്കും. ഓ, വലിയ ചൂടിലാണല്ലോ. അങ്ങനെ തന്നെയാണ്. കുട്ടികൾക്ക് വേണ്ടി മാത്രം ജീവിക്കുകയാണെന്ന് തന്നെ പറയും. അപ്പൊ ശരിക്കും നേരത്തെ അത് സ്ത്രീകളാണ് പറയുന്നത്. എന്താ ഇപ്പൊ ഇതിനൊരു പോംവഴി? എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. എന്റെ ഉറക്കം പോയി.